ഇന്ന് നമുക്ക് ഒരു ക്ലീനിങ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കാം കേട്ടോ. കാരണം നാട്ടിലോട്ട് പോകുന്നതിന്റെ മുന്നേ ആയതുകൊണ്ട് തന്നെ ഫുള്ള് പെട്ടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ എൻ്റെ മക്കളും കൂടെ വലിച്ചിടാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷൂറാക്കൊക്കെ തുറന്ന് ഒത്തിരി എല്ലാ ചെരുപ്പുകളും മാക്സിമം പുറത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെറിയ മോള് ഇപ്പം ഇങ്ങനെ എഴുതി നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവൾക്ക് പറ്റുന്ന പോലെ അവളും ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ ആളുണ്ട്, 3 വയസ്സാണ്. അവന് രാവിലെ എഴുന്നേൽക്കുന്ന തന്നെ എന്തൊക്കെ വലിച്ചിടാം എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മക്കളൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നല്ല കിഡിലൻ ഒരു ചിക്കൻ കറിയാണ് ഇന്നാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്, വറുത്തരച്ചതാണ്, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. സവോള, അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഇത്രയൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക. അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുക കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് തേങ്ങയിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം ഇത്ര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അരച്ച് ആ ഒരു പേസ്റ്റ് ഇട്ടല്ലോ, അല്ല കട്ടിക്ക് തന്നെ അരക്കുക കേട്ടോ, അല്ല മഷി പോലെ അരച്ച ആ പേസ്റ്റ് അതിലോട്ട് ഇടുക. കുറച്ച് തക്കാളി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചങ്ങ് വെക്കുക. ഉപ്പും കൂടെ നോക്കിക്കോ. അതിനുശേഷം നമുക്ക് ബാക്കി ലാസ്റ്റിൽ കുറച്ച് കലപരിപാടി ചെയ്യാനുണ്ട്, ഒത്തിരി പണികൾ ചെയ്യാനുണ്ട്. ഇതുപോലെ ക്ലീനിങ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ തീരെ വയ്യാണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ടയർഡായിട്ടുള്ള ദിവസങ്ങളാണെങ്കിൽ ഇതുപോലെ ഞാൻ ക്ലീനേഴ്സിന് ആപ്പ് വഴി ബുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രണ്ടുപേരും അവർ പാത്രമൊക്കെ ഒന്ന് കഴുകി ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റിൽ തൂക്കി. ഇതൊരു വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് കുറുക്കിയെടുക്കാം. എന്തായാലും അവരെ ഏൽപ്പിച്ച പണി നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് ബാക്കിയുള്ളതും കൂടെ ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും നല്ല ചാറോട് കൂടിയിട്ടുള്ള കറിയൊക്കെ വേണമെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ.